വിപ്ലവകരമായ ഒരു മാറ്റത്തിൻ്റെ വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് ഇനി പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മൾ ഈ മറയൂർ ശർക്കരയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകുമല്ലോ. മറയൂർ ശർക്കരയുടെ രുചി നമുക്കറിയാം, അതിൻ്റെ പ്രത്യേകതകൾ നമുക്കറിയാം. അതിനെക്കുറിച്ചല്ല പറയാൻ പോകുന്നത്. പിന്നെ എന്തിനെക്കുറിച്ചാണെന്നല്ലേ, ആ വിപ്ലവകരമായ മാറ്റത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. മറയൂർ ശർക്കരയുടെ രുചി ലോകത്തെ അറിയിക്കാൻ പട്ടികവർഗ്ഗക്കാർ മാത്രം ഓഹരി ഉടമകളായ കമ്പനിക്ക് മറയൂരിൽ തുടക്കമായി. പട്ടികവർഗ വികസന വകുപ്പിന്റെ സഹ്യകിരൺ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച ശർക്കര നിർമ്മാണ പ്ലാന്റിന്റെ ഉദ്ഘാടനവും മറയൂർ മധുരം ശർക്കരയുടെ ആദ്യ വിപണനവും മന്ത്രി OR കേളു നിർവഹിച്ചു. ശർക്കര നിർമ്മാണത്തിലും അതിന്റെ അനുബന്ധ ജോലികളിലും ഏർപ്പെട്ടിരുന്ന 150 പട്ടികവർഗ കുടുംബങ്ങളെ ഉൾപ്പെടുത്തിയാണ് മറയൂർ കാന്തല്ലൂർ ട്രൈബൽ ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡ് ആരംഭിച്ചിരിക്കുന്നത്. സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പിന്റെ സഖ്യകിരൺ പദ്ധതിയുടെ ഭാഗമായി സ്ഥാപിച്ച ശർക്കര നിർമ്മാണ പ്ലാന്റിന്റെ പ്രവർത്തനവും ഉൽപ്പന്നങ്ങളുടെ വിപണനവും ഈ കമ്പനിയുടെ കീഴിലാണ് ഇനി നടക്കുക. പൂർണ്ണമായും പട്ടികവർഗ കുടുംബങ്ങൾ മാത്രം അംഗങ്ങളായുള്ള ഈ സംരംഭം രാജ്യത്ത് തന്നെ ആദ്യത്തേതാണ്. വികസനം എന്നത് മനുഷ്യരുടെ സ്വയം പര്യാപ്തതയാണ് എന്ന സർക്കാർ നയത്തിന്റെ ഭാഗമാണ് ഇത്തരം സംരംഭങ്ങളെന്ന് മന്ത്രി OR കേളു പറഞ്ഞു. പദ്ധതികൾ അവലോകനം ചെയ്യുകയായിരുന്നു. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് എന്തെല്ലാം പദ്ധതികളാണ് നടപ്പാക്കുന്നത്, ആ പദ്ധതിയൊക്കെ നമ്മുടെ കൈകളിൽ എത്തുന്നുണ്ടോ, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ടാണ് ഈ മറയൂരേക്ക് നിങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൽ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ആധുനിക രീതിയിലുള്ള ശർക്കര നിർമ്മാണ യൂണിറ്റും മികച്ച പാക്കിംഗ് യൂണിറ്റുമാണ് നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഏറെ ജനപ്രിയമായ മറയൂർ ഉണ്ട ശർക്കരയാണ് വിപണിയിലെത്തിക്കുന്നത്. പിന്നീട് വിവിധ ആകൃതിയിലുള്ളതും വ്യത്യസ്ത രുചികൾ ചേർത്തതുമായ ശർക്കരകൾ വിപണിയിലെത്തിക്കാൻ ലക്ഷ്യം വെക്കുന്നുണ്ട്. ശർക്കര കൊണ്ടുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വിപണിയിലെത്തിക്കും. ദേവികുളം MLA അഡ്വക്കേറ്റ് A രാജ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിനായിരുന്നു പദ്ധതി ലക്ഷ്യത്തിലെത്തിക്കാനുള്ള ചുമതലകൾ. മറയൂർ കാന്തല്ലൂർ മേഖലയിലെ കരിമ്പ് കർഷകർക്ക് മികച്ച വില ലഭിക്കും എന്നുള്ളതും ഈ പദ്ധതിയുടെ മേന്മയാണ്. കൈരളി ന്യൂസ്, ഇടുക്കി.